ഡാൻസ് ഓഫ് ഹിലാരി വൈറസ് സന്ദേശം വാട്സാപ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. .x എക്സ്റ്റൻഷനുള്ള ഒരു ഫയൽ സ്മാർട്ട്ഫോണുകൾക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല. മിക്ക ആധുനിക ആന്റിവൈറസ് സോഫ്റ്റ്വെയറുകൾക്കും ഈ വൈറസിനെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും. ഇന്ത്യയിലെ ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്ക് ഡാൻസ് ഓഫ് ഹിലാരി വൈറസ് എന്നറിയപ്പെടുന്നതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഒരു സന്ദേശം വാട്സാപ്പിൽ വൈറലാകുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഈ വൈറസ് ഉപയോക്താക്കളുടെ സെൻസിറ്റീവ് വിവരങ്ങളെ ലക്ഷ്യമിടുന്നുവെന്നും വാട്സാപ്പ്, ഫേസ്ബുക്ക്, ടെലിഗ്രാം തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇത് പ്രചരിപ്പിക്കപ്പെടുന്നുവെന്നും പറയുന്നു. എന്നിരുന്നാലും ഈ സന്ദേശം ഒരു തട്ടിപ്പാണെന്നും അത് വാട്സാപ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണെന്നും മറ്റൊരു റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. ഡാൻസ് ഓഫ് ഹിലാരി വൈറസ് സന്ദേശം ഒരു തട്ടിപ്പാണ്. ടൈംസ് നൗ ന്യൂസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഉപയോക്താക്കളുടെ വ്യക്തിപരവും സാമ്പത്തികവുമായ വിവരങ്ങൾ ലക്ഷ്യമിടുന്ന ഡാൻസ് ഓഫ് ഹിലാരി എന്ന് വിളിക്കുന്ന ഒരു വൈറസ് ഹാക്കർമാർ പുറത്തിറക്കിയതായി റിപ്പോർട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും വാട്സാപ്പ്, ഫേസ്ബുക്ക് പോലുള്ള മെസ്സേജിംഗ് ആപ്പുകളിലും പങ്കിടുന്ന വൈറസ് ബാധിച്ച വീഡിയോകളും രേഖകളും പ്രചരിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ വൈറസിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൂടാതെ taskshare.x പോലുള്ള .x ൽ അവസാനിക്കുന്ന ഫയൽ നാമങ്ങൾക്കായി ഉപയോക്താക്കൾ ശ്രദ്ധിക്കണമെന്ന് റിപ്പോർട്ട് പറയുന്നു. കാരണം അവയിൽ ഉപയോക്താക്കളുടെ എല്ലാ ഡാറ്റയിലേക്കും ഹാക്കർമാർക്ക് പ്രവേശനം നൽകുന്ന ക്ഷുദ്ര കോഡ് അടങ്ങിയിരിക്കാം. എന്നിരുന്നാലും സൈബർ സുരക്ഷാ സ്ഥാപനമായ സെക്യൂർ യുവർ ഹാക്സിന്റെ സ്ഥാപകനായ സണ്ണി നെഹ്റ എക്സിലെ ഒരു പോസ്റ്റിൽ ഡാൻസ് ഓഫ് ഹിലരി മുന്നറിയിപ്പ് സന്ദേശം ഒരു തട്ടിപ്പാണെന്നും അത് വാട്സാപ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. തന്റെ പോസ്റ്റിൽ സ്മാർട്ട്ഫോണുകൾക്ക് എക്സ് ഫയലുകളോ .x എക്സ്റ്റൻഷനിൽ അവസാനിക്കുന്ന ഫയലുകളോ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയില്ലെന്ന് നെഹ്റ വിശദീകരിക്കുന്നു. കാരണം ഈ ഫയൽ ഫോർമാറ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മാത്രമുള്ളതാണ്. taskshare.x എല്ലാ ആന്റിവൈറസ് കമ്പനികൾക്കും അറിയപ്പെടുന്ന ഒരു ഫയൽ സൂചകമാണെന്നും വിൻഡോസ് ഡിഫൻഡർ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ ആന്റിവൈറസ് ഉൾപ്പെടെയുള്ള ഏതൊരു ആന്റിവൈറസ് സോഫ്റ്റ്വെയറും ഇത് എളുപ്പത്തിൽ കണ്ടെത്തുമെന്നും അദ്ദേഹം പറയുന്നു. ഇത് വിൻഡോസ് പിസികൾക്കുള്ള ബിൽറ്റ് ഇൻ ആന്റിവൈറസും ആന്റി മാൽവെയർ പരിഹാരവുമാണ്. വാട്സാപ്പ് ഉപയോക്താക്കൾക്ക് ഏതെങ്കിലും ഓൺലൈൻ ഭീഷണിയിൽ നിന്ന് എങ്ങനെ സുരക്ഷിതരായിരിക്കാം? ഇന്റർനെറ്റ് ഉപയോക്താക്കൾക്ക് ഏതെങ്കിലും ഓൺലൈൻ ഭീഷണിയിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുന്നതിന് പാലിക്കാവുന്ന ചില പൊതു മാർഗനിർദ്ദേശങ്ങൾ ഇതാ. എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഓട്ടോമാറ്റിക് ഡൗൺലോഡുകൾ ഓഫാക്കുക. അജ്ഞാതരായ ആളുകളിൽ നിന്ന് ഫയലുകൾ ഡൗൺലോഡ് ചെയ്യരുത്. എല്ലാ ആപ്പുകൾക്കും 2-ഫാക്ടർ ഓതന്റിക്കേഷൻ ഉപയോഗിക്കുക. നിങ്ങളുടെ പാസ്വേഡുകളിൽ സങ്കീർണമായ പ്രതീകങ്ങളുടെ ഒരു സ്ട്രിംഗ് ഉപയോഗിക്കുക. ഒന്നിലധികം പ്ലാറ്റ്ഫോമുകൾക്ക് ഒരേ പാസ്വേഡ് ഉപയോഗിക്കരുത്. ആപ്പുകളുടെയും മറ്റ് സോഫ്റ്റ്വെയറുകളുടെയും ഏറ്റവും പുതിയ പതിപ്പുകൾ മാത്രം ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക. നിങ്ങളുടെ ഡാറ്റ പതിവായി ബാക്കപ്പ് ചെയ്യുക. പാസ്വേഡുകളും OTP-കളും ആരുമായും പങ്കിടരുത്.